അവൽ ഉപ്പുമാവ് ഒരു തവണ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർ പോലും വാരി വാരി കഴിച്ചോളൂ. ഇതിന്റെ പേരും മറ്റു ഡീറ്റെയിൽസും വീഡിയോയുടെ അവസാനം കൊടുക്കാട്ടോ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ അവൽ എടുത്തിട്ടുണ്ട്. ഒരു 2.5 കപ്പ്. ഒരു മീഡിയം കട്ടിയുള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തീരെ പാറ്റ അവലാവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുഴയ്ക്കുമ്പോൾ പൊട്ടിപ്പോകും, ഉടഞ്ഞു പോകും. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ അവൽ നല്ല വെള്ളത്തിൽ അഥവാ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. ഇതിലുള്ള പൊടികളും ഒന്ന് പോകും, അവലൊന്ന് സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും. ഒരു തവണ കഴുകിയ ശേഷം അതിനകത്തെ വെള്ളം വാർത്ത് കളഞ്ഞ് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി കുഴച്ച് മാറ്റിവെക്കാം. ഇനി കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം, നെയ്യ് ഒഴിച്ച്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ കടുകും 3/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ്. ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം, ചൂടൊന്ന് ഈവൻലി സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട്. കടുകും ജീരകവും പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒരു 8-10 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് വറുത്ത നിലക്കടലയാണ്. വറുത്ത നിലക്കടല ചേർക്കുന്നത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചക്കടലയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് വറുത്ത് പാകത്തിനാക്കി മാറ്റിവെക്കണം. ഇതിന്റെ അളവ് 1/3 കപ്പ് അല്ലെങ്കിൽ ഒരു വലിയ പിടി, അത്രയും വേണം നമുക്ക്. ഇനി ഇതിന്റെ തോലൊന്ന് ബ്രൗൺ നിറം ആകുന്നവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളക് ഒരു 3-4 എണ്ണം എരിവുള്ളത് വട്ടത്തിലരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു വലിയ വല്യുള്ളി ഫൈൻലി ചോപ്പ് ചെയ്തതും ചേർക്കുന്നുണ്ട്. കായത്തിന്റെ പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് മസാലയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളി കുറച്ചൊന്ന് സോഫ്റ്റായി ഒരു ചെറിയ കടുപ്പ് കിട്ടുന്ന ആ പാകം എത്തുന്നത് വരെ വഴറ്റി കൊടുക്കാം. ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റി കൊടുക്കാം, അതിന്റെ പച്ചമണം മാറുന്നത് വരെ. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. തോലോടുകൂടി പുഴുങ്ങി തോല് കളഞ്ഞ് മുറിച്ചെടുത്തത്, ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ ഈ ഒരു റെസിപ്പിയിൽ പച്ചയ്ക്ക് മുറിച്ചും മറ്റുള്ള ഇൻഗ്രീഡിയൻസിന്റെ കൂടെ വഴറ്റി വേവിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് സോഫ്റ്റ് ആയും കിട്ടും, ടൈമും ലാഭിക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒരു 10-30 സെക്കൻഡ് നേരം നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. മസാലയും മഞ്ഞൾപ്പൊടിയുടെ നിറം എല്ലാം ഉരുളക്കിഴങ്ങിൽ നന്നായി പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം ചൂടിൽ നിൽക്കുകയാണ് നമ്മുടെ മസാലകളൊക്കെ. ഈ ഒരു സമയത്ത് ഒരു ചെറിയ പിടി മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലൊരു അരോമ കിട്ടും ഈ ഒരു മസാലയ്ക്ക്. ഇനി നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച അവില് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ച ശേഷം നമ്മൾ ചേർക്കുന്ന 2 ഇൻഗ്രീഡിയന്റ് ആണ് ഇതിന്റെ രുചി ശരിക്കും ലെവലപ്പ് ആക്കുന്നത്. അതുകൊണ്ട് അവസാനം വരെ കാണാൻ മറക്കല്ലേ. ഇതപ്പം അവിലും മസാലയും നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞു. ഞാനിതിനി അടുപ്പത്ത് നിന്നും മാറ്റുകയാണ്. വേണമെങ്കിൽ ഒരു 30 സെക്കൻഡും കൂടെ ഇളം തീയിൽ അടച്ചു വെച്ച് ആവി കയറ്റാട്ടോ. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ അടുപ്പത്ത് നിന്നും മാറ്റി കഴിഞ്ഞു. ഒരു ചെറിയ പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റ് മേക്കർ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതിലേതെങ്കിലും ഒന്നാണ് കേട്ടോ ഒരു സമയം ചേർക്കുക. ആദ്യത്തേത് ബട്ടർ. കുട്ടികൾക്കൊക്കെ ബട്ടർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാല് അവര് രുചിയോടെ കഴിച്ചോളും. രണ്ടാമത്തേത് ചെറുനാരങ്ങ നീര്. പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരും രുചിയോടെ കഴിച്ചോളും. ഇത് രണ്ടും ചേർക്കുന്നത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ച ശേഷമാണ് കേട്ടോ. ഇനി ഇതിന്റെ പേര് ഇതാണ്, മഹാരാഷ്ട്രീയൻ സ്പെഷ്യൽ പോഹ. അവല് ഇങ്ങനെ ചെയ്യുന്നതിന് അവർ പോഹ എന്നാണ് പറയാ. ആക്ച്വലി ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വല്യുള്ളി വെച്ചിട്ടുള്ള അവലിന്റെയും പൊട്ടറ്റോ വെച്ചിട്ടുള്ള അവലിന്റെയും ഒരു മിക്സ് ആയിട്ടാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. കാന്തേ പോഹെ, ബട്ടാട്ട പോഹ എന്നൊക്കെ പറയും. അത് രണ്ടും വേറെ വേറെയാണ്, പക്ഷെ അതിന്റെ ഒരു മിക്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ പേര് പ്രൊനൗൺസ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് തരണേ.
അപ്പം ഇത്രയും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും താങ്ക് യു. കണ്ടിട്ട് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കും അറിയിക്കൂ കേട്ടോ. കമന്റിലിട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.